ഇന്ന് ഞാൻ ചൈന ഗ്രാസും ജലാറ്റിനൊന്നും ചേർക്കാതെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബനോഫി പൈ എന്ന ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാരി ബിസ്ക്കറ്റ് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അധികം മധുരം ഇല്ലാത്ത ബിസ്ക്കറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ടിഫാനിൻ്റെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് യൂസ് ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. നമുക്ക് സാൻഡിൻ്റെ ഒക്കെ പോലെ ആ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉരുക്കിയ ബട്ടർ നമ്മൾ പൊടിച്ച ബിസ്ക്കറ്റിലോട്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഓവറായിട്ട് ബട്ടർ ചേർക്കരുത്. അപ്പോൾ നമ്മളെ ബിസ്ക്കറ്റിൻ്റെ ബേസ് ഹാർഡായി പോകും. ജസ്റ്റ് ഒന്നൊരു നനവ് കിട്ടിയാൽ മതി. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ട് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ ബേസിൽ. എന്നിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അധികം പ്രസ് ചെയ്യാതെ സോഫ്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ബിസ്ക്കറ്റ് സെറ്റായിട്ട് വരുമ്പോൾ ഹാർഡായി പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഈ ലെയർ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിക്കാനുള്ള കാരമൽ സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടായതിലോട്ട് ഒരു 1/4 കപ്പ് ഷുഗർ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തത്. നോർമൽ ഷുഗറും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പാച്ചിലൊന്നും ഈ സമയത്ത് യൂസ് ചെയ്യരുത്. അത് താനെ മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ ഷുഗർ മെൽറ്റായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഷുഗറൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മെൽറ്റായി വരുന്നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വേഗം ഒന്ന് മെൽറ്റായിട്ട് വന്നോളൂ. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗർ ചേർത്തുകൊണ്ടാണ് നമ്മൾ കാരമലിന് ഇത്ര നല്ല കളർ കിട്ടുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. ബട്ടർ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ ഷുഗറും ബട്ടറും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കൊരു ടിന്ന് കണ്ടൻസ് മിൽക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പോയിക്കിനനുസരിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കാരമലിൻ്റെ സോസ് ഒന്ന് തിക്കാക്കി എടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളെ കാരമൽ സോസ് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ നല്ല ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ കൂട്ടില്ലേ അതിൻ്റെ മുകളിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അധികം തണുക്കാൻ കാത്ത് നിൽക്കരുത്. അപ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള ബനാന കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ 2 ഫിലിപ്പീന പഴമാണ് എടുത്തത്. നമ്മൾ ചിക്കിറ്റ പഴം. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് റോബസ്റ്റ പഴം എടുക്കുക. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ട് ചെയ്തിട്ടുള്ള ബനാന ഡയറക്റ്റായിട്ട് പുഡിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതൊന്ന് വാട്ടിയിട്ടാണ് അതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എനിക്ക് തോന്നി. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പാന് ചൂടായതിന് ശേഷം ഇതിലോട്ട് 2 ടീസ്പൂണ് ഷുഗർ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബനാന ഒന്ന് വാട്ടിയെടുക്കാനുള്ള ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലോട്ട് ബനാന ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവണ വരെ ഒന്ന് വാട്ടിയിട്ടെടുക്കുക. അപ്പോൾ അധികം ടൈം വാട്ടിയെടുക്കരുത്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഇനി തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇപ്പം നമ്മൾ ബനാന പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മളെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക.
അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് നല്ല തണുപ്പിച്ചിട്ടെടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഫ്രിഡ്ജിൻ്റെ താഴെ വെച്ചിട്ട് തന്നെ നല്ല തണുപ്പിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം വിപ്പിംഗ് പൗഡർ നിങ്ങൾക്ക് വിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം നല്ല വിപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബൗളും ഈ ബ്ലേഡൊക്കെ ഒന്ന് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് പൊടിച്ച ഷുഗർ ചേർത്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ ഷുഗർ ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിയാണ് കേട്ടോ, എന്നാലേ നമ്മളെ ക്രീം നല്ല ടെക്സ്ചറിൽ വിപ്പായിട്ട് കിട്ടുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ട് അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് ബീറ്റായി വരുന്നതിനനുസരിച്ച് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുത്തിട്ട് നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് വരുന്ന വരെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ നമ്മളെ വിപ്പിംഗ് ക്രീം നല്ലോണം വിപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബനാന നല്ലോണം തണുത്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാരമൽ സോസിൻ്റെ മുകളിലോട്ട് ലെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബനാന കംപ്ലീറ്റ് ചേർത്തതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു പിഞ്ച് പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സിനമൻ്റെ പൗഡറാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലോട്ട് അത് ചേർക്കുമ്പോൾ. ഇനി നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിലോട്ട് ചേർത്തിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ സ്പാച്ചിൽ ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തെടുക്കുക. ഇനി ഞാനൊരു സ്ക്യൂർ വെച്ചിട്ട് ഒരു ഡിസൈന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ഡിസൈനും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ പുഡിങ് നല്ലോണം സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു 8 മണിക്കൂറെങ്കിലും തണുപ്പിക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഓവർനൈറ്റ് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുള്ള പുഡിങ്ങാണിത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.